നമസ്കാരം. കോക്രോച്ച് ജനതാ പാർട്ടി രാഷ്ട്രീയ പാർട്ടി ആകുന്നില്ല എന്നൊരു തീരുമാനം ഇന്നലെ അഭിജിത്ത് ദിപ്കെ അറിയിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമവായ പാക്കേജിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സോനം വാങ്ചുവും അതുപോലെ തന്നെ ചില ചർച്ചകളും സമവായങ്ങളുമായിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ ഇത് പ്രതിപക്ഷത്തിന് മുതലെടുക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കരുതെന്നുള്ള ഒരു ചർച്ചയും കൂടി നടക്കുന്നുണ്ട് അഭിജിത്ത് ദീപ്കയുടെ ക്യാമ്പിൽ. കാരണം അല്ലെങ്കിൽ ഇത് കൃത്യമായി പ്രതിപക്ഷം ഇതിനകത്ത് മുതലെടുക്കും, പ്രത്യേകിച്ച് ഇടതുപക്ഷമൊക്കെ ഇത് വളരെ കൃത്യമായി മുതലെടുക്കും എന്ന് മനസ്സിലാക്കി കൃത്യമായ പൊളിറ്റിക്കൽ പാർട്ടി ആകുന്നില്ല എന്നൊരു തീരുമാനമാണ്. അത്രയും BJPക്ക് സമാശ്വാസം ആയിരിക്കും. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മോഹൻ ഭഗവത് വലിയ തോതിലാണ് ഇറങ്ങി യുവാക്കളെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനും അഭിജിത്ത് ദീപ്ക പറയുന്നത് യുവാക്കളെ അഡ്രസ്സ് ചെയ്യാൻ യുവാക്കൾ വരണം എന്നുള്ള നിലയിലാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ഒരു സമവായത്തിൻ്റെ അല്ലെങ്കിൽ ഡയലോഗിൻ്റെ നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ മോദിക്കൊരു സമാധാനം വരുന്ന കാര്യമാണ്. മാത്രമല്ല യുവജനങ്ങളെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി മോദി പല തന്ത്രങ്ങളും, ലഹരി വിരുദ്ധ പരിപാടികൾ, യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ, പിന്നെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള പരിപാടികൾ, പല പരിപാടികളും ഡൽഹി കേന്ദ്രമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കാരണം അടുത്ത ഉടനെ തന്നെ 27-ൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. 8 സ്റ്റേറ്റിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ വല്ലതും കിട്ടുമോ? അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു പരിപാടിയാണ് ഡൽഹിയിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും CJP കോക്രോച്ച് ജനതാ പാർട്ടി തൽക്കാലം രാഷ്ട്രീയ പാർട്ടി ആകുന്നില്ല എന്നാണ് അവരുടെ ഒരു ഇടപെടലും അവരുടെ അറിയിപ്പ് വന്നിരിക്കുന്നത്. അതൊരു സമ്മർദ്ദ ഗ്രൂപ്പായി, ഒരു സോഷ്യൽ പ്രഷർ ഗ്രൂപ്പായി തന്നെ നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴൊരു പ്രശ്നമുണ്ട്, ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. മോബിൻ്റെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എല്ലാ കാലവും എല്ലാവരെയും എല്ലാ പരിപാടിക്കും കിട്ടത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഉദാഹരണം അണ്ണാ ഹസാരെ പലപ്പോഴും സത്യാഗ്രഹം കിടക്കാറുണ്ട്, നിരാഹാരം ഇരിക്കാറുണ്ട്. പക്ഷെ എല്ലാ നിരാഹാരത്തിനും എല്ലാ സത്യാഗ്രഹത്തിനും പബ്ലിക് അറ്റൻഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. എത്രയോ എണ്ണം ഇങ്ങനെ അല്ലാതെ യാതൊരു ഉത്തരവില്ലാതെ അല്ലെങ്കിൽ യാതൊരു നടപടിയും ഇല്ലാതെ എത്രയോ എണ്ണം അദ്ദേഹം മതിയാക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിരാഹാരവും സമരവും ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാ കാലവും എല്ലാ പരിപാടിക്കും എല്ലാവരും വന്ന് ഒരു മോബിൻ്റെ സൈക്കോളജി ഭയങ്കരമായിട്ട് മോബ് സ്ട്രാറ്റജി വരില്ല. അതാണ് മോബിൻ്റെ സ്ട്രാറ്റജി. അവരിപ്പോൾ നിർഭയ അവിടെ കൊലപാതകം നടന്നപ്പോൾ, റേപ്പ് നടന്നപ്പോൾ ഡൽഹിയിൽ വലിയ കലാപമാണ്, വലിയ പ്രക്ഷോഭമാണ് ഉണ്ടായത്. പക്ഷേ ഇനിയിപ്പോൾ വേറെ രണ്ടാമത് എത്രയോ എണ്ണം അവിടെ നടന്നു, അത്ര വലിയ പ്രക്ഷോഭം ഉണ്ടായില്ല. ബംഗാളിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ വലിയ പ്രക്ഷോഭം ഉണ്ടായി, അത് മമതാ ബാനർജിക്കും വലിയ ഇഷ്യൂ ആയി. പക്ഷേ അതിനുശേഷം എത്ര എണ്ണം ഉണ്ടാവില്ല. ഇതൊരു മോബിൻ്റെ ഒരു സൈക്കോളജി ഉണ്ട്. ചില വിഷയങ്ങളിൽ ചില സമയങ്ങളിൽ കൊടുങ്കാറ്റ് തൂഫാൻ അടിക്കും പോലെ ചില സമയത്ത് ചില വിഷയങ്ങളിൽ കയറിയടിക്കും. അത് കഴിഞ്ഞാൽ ഈ അടിപ്പങ്ങ് നിൽക്കും. അപ്പോൾ വളരെ രസകരമാണ്, വളരെ കൗതുകമുള്ള കാര്യമാണ്, നമുക്ക് കാണാൻ വളരെ മനോഹരമാണ്. എന്താന്ന് വെച്ചാൽ ഈ CJP എന്ന പാർട്ടി രാഷ്ട്രീയ പാർട്ടി ആകുന്നില്ല എന്ന് മാത്രമല്ല, അത് ഈ ഒരു സോഷ്യൽ ഗ്രൂപ്പായി നിൽക്കുമ്പോഴും ഉടനടി ഒരുപാട് പരിപാടികൾ എടുത്താൽ ഒരു കാരണവശാലും അത് സക്സസ് ആകാൻ പോകുന്നില്ല. കാരണം അതാണ് ജനങ്ങളുടെ മനഃശാസ്ത്രം, പീപ്പിൾ സൈക്കോളജി എന്ന് പറയുന്നത്, മോബിൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ CJP ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് നല്ലതാണ്. പക്ഷേ അവർക്ക് ഈ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ പാർട്ടി ആക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ട് അവർക്കൊരു സമ്മർദ്ദ ഗ്രൂപ്പായി നിൽക്കാം. പക്ഷെ പൊളിറ്റിക്കൽ പാർട്ടി ആക്കിയാൽ BJPക്കായാലും കോൺഗ്രസിനായാലും ഇടതുപക്ഷത്തിനായാലും എളുപ്പമായി. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എപ്പോഴും അറ്റാക്ക് ചെയ്യാനും നശിപ്പിക്കാനും എളുപ്പമായി. കാരണം ഇന്ന് നിൽക്കുന്ന 50% അല്ലെങ്കിൽ 80% ആളുകളും പൊളിറ്റിക്കൽ പാർട്ടി ആകുമ്പോൾ പിരിയും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡൽഹിയിൽ സമരം നടന്നപ്പോൾ അവിടെ ഒരു രാഷ്ട്രീയമില്ലാത്ത ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവരെല്ലാം കളഞ്ഞിട്ട് പോകും. കാരണം ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പിറകെ അവർ പോകത്തില്ല. രണ്ടാമത് പല പാർട്ടികളിലും മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട്. ഇതൊരു സോഷ്യൽ കോസ് അല്ലേ? അപ്പോൾ അപ്പൊളിറ്റിക്കൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ അല്ലാത്തൊരു പ്ലാറ്റ്ഫോമിലേക്ക് പൊളിറ്റിക്സിൽ നിൽക്കുന്ന സാധാരണ പ്രവർത്തകർ വരും, സാധാരണ ഇടതുപക്ഷ വിശ്വാസികൾ വരും, സാധാരണ വലതുപക്ഷ വിശ്വാസികൾ വരും. ഇനി BJPയുടെ വിശ്വാസികളും വന്ന് കാണും, സംഘപരിവാറിന്റെ വിശ്വാസികളും അവിടെ വന്ന് കാണും. കാര്യം എന്താണ്? അവർ പാർട്ടിക്കാർ വരത്തില്ല, കാരണം അവർ നടപടി ഉണ്ടാവും. പക്ഷെ വിശ്വാസികൾ വരും, ക്യാമറയിലൊന്നും ഫോക്കസ് ചെയ്യാതെ വിശ്വാസികൾ വരും. അത് ഇതിൻ്റെ ഒരു സൈക്കോളജിയാണ്. ആ മോബ് സൈക്കോളജി എന്തായാലും എല്ലാ കാലവും വർക്കൗട്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി വരുന്ന സമരങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവർക്കൊരു സമ്മർദ്ദ ഗ്രൂപ്പായി ഇന്ത്യയിൽ നിൽക്കാൻ പറ്റും. കാരണം ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉള്ളത് കാലത്തോളം അവർക്ക് വലിയൊരു സമ്മർദ്ദമായി നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യം വളരെ പ്രധാനമാണ്. അങ്ങനെ നിൽക്കാൻ പറ്റിയാൽ, ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി നിൽക്കാൻ പറ്റിയാൽ സ്വാഭാവികമായിട്ട് അത് ഏത് ഭരണം വന്നാലും ഭരണകൂടത്തിനൊരു തലവേദന ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ പഞ്ചാബിലെ വിഷയം എടുക്കുമെന്ന് പറഞ്ഞാൽ എന്തേ എടുക്കാത്തത്? പഞ്ചാബിലെ വിഷയം എടുത്താൽ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകും.
അവർക്ക് എടുക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ പരാജയപ്പെട്ടു പോകും. മറ്റൊരു സ്റ്റേറ്റിലെ ഹൈദരാബാദിലെ വിഷയം അവർ എടുക്കുമെന്ന് പറഞ്ഞു. എന്തേ എടുക്കാത്തത്? എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ഒരു വിഷയം ഒരു സ്ഥലത്ത് ഒരു രീതിയിൽ വിജയിച്ചു എന്ന് വിചാരിച്ചിട്ട് അതേ വിഷയം വേറെ സ്ഥലത്ത് അതേ രൂപത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മോബിന്റെ മനഃശാസ്ത്രം. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ട മനഃശാസ്ത്രം മനസ്സിലാക്കി CJP ആകുന്നില്ല എന്ന് പറയുന്നതും അങ്ങനെ വിഷയാടിസ്ഥാനത്തിൽ മാത്രം സാമൂഹ്യ സമ്മർദ്ദ ഗ്രൂപ്പായി നിൽക്കാമെന്ന് പറയുന്നതും വളരെ വെല്ലാൻ തീരുമാനമാണ്. അല്ലെങ്കിൽ ഇത് മുമ്പോട്ട് പോകില്ല. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. എല്ലാ പരിപാടിക്കും എല്ലാ വിഷയത്തിനും പ്രതിഷേധിക്കാൻ ഇതുപോലെ എല്ലാവരെയും കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. കാരണം ഇതൊരു സംഘടനാ രൂപമില്ലാത്തത് കൊണ്ട്, ഇതിനൊരു ഏകോപിത രൂപമില്ലാത്തത് കൊണ്ട്, ഇതിനൊരു യൂണിറ്റുകളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കൃത്യമായി അങ്ങനെ മൊബിലൈസ് ചെയ്ത് വരണമെന്നില്ല. ഒരിക്കൽ സമരത്തിന് വന്ന കുട്ടികൾ, ഒരിക്കൽ സമരത്തിൽ വന്ന യുവാക്കൾ, ഒരിക്കൽ സമരത്തിന് വന്ന യുവതികൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ വീണ്ടും തുടർച്ചയായി സമരത്തിന് വരണമെന്നില്ല. കാരണം വന്നവരെ പേരിൽ കേസുണ്ടാകും, ഒരിക്കൽ പോയതിന് വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടാകും. ഇതെല്ലാം കണക്കാക്കി വരുമ്പോൾ അടിക്കടി തുടർച്ചയായി സമരത്തിന് ആളുകൾ വരാൻ ബുദ്ധിമുട്ടാണ്, പുതിയ ആളുകൾ വരാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായ ഒരു വിഷയമാണ്. നമുക്ക് എങ്ങനെ തീരുമെന്ന് നോക്കാം. എന്തായാലും CJP രാഷ്ട്രീയ പാർട്ടി ആകുന്നില്ല, പിന്നെ അവരൊരു സാമൂഹ്യ സമ്മർദ്ദ ഗ്രൂപ്പായി നിൽക്കാനാണ് ഇപ്പോൾ തൽക്കാലം തീരുമാനിച്ചിരിക്കുന്നത്.